26 പ്രധാന വിവരങ്ങളും നിയമങ്ങളും. പൊതുവിവരങ്ങൾ ആൻഡ് ഘടന. ജനറൽ ഇൻഫോ ആൻഡ് ഫോർമാറ്റ്. ആതിഥേയ രാജ്യങ്ങൾ: അമേരിക്ക 11 നഗരങ്ങൾ, മെക്സിക്കോ 3 നഗരങ്ങൾ, കാനഡ 2 നഗരങ്ങൾ എന്നിങ്ങനെ 3 രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്നു. ടീമുകളുടെ എണ്ണം. ചരിത്രത്തിലാദ്യമായി ടീമുകളുടെ എണ്ണം 32-ൽ നിന്നും 48-ആയി വർദ്ധിപ്പിച്ചു. മത്സരങ്ങളുടെ എണ്ണം ആകെ 104 മത്സരങ്ങൾ, മുൻപ് 64 ആയിരുന്നു. ടൂർണമെന്റ് 39 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു. ഗ്രൂപ്പ് ഘട്ടം: 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകൾ. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും റൗണ്ട് ഓഫ് 32 നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്നു. ഉദ്ഘാടന മത്സരം 2026 ജൂൺ 11-ന് മെക്സിക്കോയിലെ വിഖ്യാതമായ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ എസ്റ്റാഡിയോ അസ്റ്റെക്ക വെച്ച് നടന്നു. ഫൈനൽ മത്സരം 2026 ജൂലൈ 19-ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയം വെച്ച് നടക്കുന്നു. യാത്രാ ക്രമീകരണം: ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാനായി മത്സരങ്ങളെ ഈസ്റ്റ്, സെൻട്രൽ, വെസ്റ്റ് എന്നിങ്ങനെ 3 മേഖലകളായി റീജിയൻസ് തിരിച്ചിരിക്കുന്നു. മത്സര നിയമങ്ങളും സാങ്കേതിക വിദ്യയും. മാച്ച് റൂൾസ് ആൻഡ് ടെക്നോളജി. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. തലയ്ക്ക് പരിക്കേൽക്കുകയോ ബോധക്ഷയമുണ്ടാകുകയോ ചെയ്യുന്ന കളിക്കാരെ മാറ്റാൻ ടീമുകൾക്ക് സാധാരണ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് പുറമെ ഒരു അധിക സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ്ട്രാ സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നു. സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ്. സ്റ്റേഡിയത്തിലെ പ്രത്യേക ക്യാമറകളും പന്തിനുള്ളിലെ സെൻസറുകളും ഉപയോഗിച്ച് ഓഫ്സൈഡുകൾ കൂടുതൽ വേഗത്തിലും കൃത്യമായും കണ്ടെത്തുന്നു. കർശനമായ ഇഞ്ചുറി ടൈം. ഗോൾ ആഘോഷം, പരിക്ക്, വാർ, പരിശോധന എന്നിവയ്ക്ക് നഷ്ടമാകുന്ന ഓരോ സെക്കൻഡും കൃത്യമായി കണക്കൂട്ടി മത്സരത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമായി ചേർക്കുന്നു. പല മത്സരങ്ങളും 100 മിനിറ്റിലധികം നീളുന്നു. 5 സബ്സ്റ്റിറ്റ്യൂഷൻ നിയമം. ഒരു മത്സരത്തിൽ പരമാവധി 5 കളിക്കാരെ മാറ്റാം. മത്സരത്തിനിടയിൽ 3 തവണ മാത്രമേ ഇതിനായി കളി നിർത്താൻ അനുവാദമുള്ളൂ. എക്സ്ട്രാ ടൈം സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കൌട്ട് മത്സരങ്ങൾ എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയാണെങ്കിൽ 6ാമത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി അനുവദിക്കും. പെനാൽറ്റി കിക്ക് നിയമം. പെനാൽറ്റി എടുക്കുമ്പോൾ കിക്ക് ചെയ്യുന്ന കളിക്കാരന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ ഗോൾ കീപ്പർമാർ അനാവശ്യ ചലനങ്ങൾ നടത്താനോ പ്രകോപിപ്പിക്കാനോ പാടില്ല. കിക്ക് വരെ ഗോൾ ലൈനിൽ തന്നെ നിൽക്കണം.